ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു എയിൽ വി പി എൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. അതായത് യു എയിൽ വി പി എൻ ബാൻ ആണ്, അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും ഇന്നത്തെ വീഡിയോ വി പി എന്നെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ വി പി എൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലി നാട്ടിലോട്ട് വല്ല വാട്സപ്പ് കോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് നമ്മൾ നോർമലി ഈ വി പി എൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ വി പി എൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇല്ലീഗലാണെന്ന് പറയുന്നതിൻ്റെ കാരണം ഇപ്പം ഓൺലൈനായിട്ട് കുറേ ഗാംബ്ലിങ്, അതുപോലെ തന്നെ ഈ യു എ ബാൻ ചെയ്തിട്ടുള്ള വെബ്സൈറ്റിൽ കയറുക, അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. അതൊക്കെ ചെയ്യുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ ഇഷ്യൂ. അതുകൊണ്ടാണ് ഇവിടെ വി പി എൻ ബാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വി പി എൻ ബാൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വാട്സപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യാനായിട്ട് വരത്തില്ല. പക്ഷേ വാട്സപ്പ് യൂസ് ചെയ്യാം, അത് യു എയിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം. വാട്സപ്പ് യൂസ് ചെയ്യാം, മെസ്സേജ് അയക്കാം, കോൾ വിളിക്കാം. പക്ഷേ കോൾ വിളിക്കുമ്പോൾ കോൾ കട്ടായി പോകും, കോൾ വിളിച്ചിട്ട് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ വാട്സപ്പിൻ്റെ ഇഷ്യൂ. പിന്നെ അതുകൊണ്ട് തന്നെ മാക്സിമം ആരും തന്നെ വി പി എൻ യൂസ് ചെയ്യാതിരിക്കുക. കാരണം വി പി എൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇവർ പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 10,000-ന് മേളിൽ ഫൈനുണ്ട്. പിന്നെ ഈ വാട്സപ്പ് കോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇവർ ഇതുവരെ അങ്ങനെയൊന്നും പിടിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും മേ ബി എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഒരു കേസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. പിന്നെ അതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക, അതായത് വി പി എൻ യൂസ് ചെയ്യാതിരിക്കുക. അതൊക്കെയാണ് ഈ വി പി എൻ കൊണ്ടുള്ള ഇവിടുത്തെ പ്രശ്നം. പിന്നെ നാട്ടിലോട്ട് നമ്മൾ കോൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ ബോട്ടിം പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് വി പി എൻ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വാട്സപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി അല്ല ബോട്ടിം, അതെനിക്കും അറിയാം. ആദ്യമേ ഞാൻ വന്നപ്പോൾ വി പി എൻ ഒക്കെ യൂസ് ചെയ്തായിരുന്നു വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റി ഇപ്പോൾ ഞാൻ ബോട്ടിമൊക്കെ യൂസ് ചെയ്താണ് വീഡിയോ കോൾ ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഒരു ലെവലിലോട്ട് എത്തിക്കോളും. കാരണം നാട്ടിൽ നമ്മൾ ഈ തോന്നിവാസം നടക്കുന്ന പോലെ നമുക്ക് യു എയിൽ വന്നു കഴിഞ്ഞാൽ നടക്കാൻ പാടില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് നമുക്ക് ഫൈൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഫൈൻ എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലെ പോലെയൊന്നുമല്ല. നമ്മൾ ഫൈൻ അടയ്ക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൺട്രി പോലും നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം വി പി എൻ ഒന്നും യൂസ് ചെയ്യാതെ പ്രോപ്പറായിട്ട് യു എ റൂൾസൊക്കെ പാലിച്ച് മുമ്പോട്ട് പോവുക. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട്. ബൈ.